സ്തോത്രം. പ്രതിഫലം തന്നിടുവാൻ യേശുരാജൻ വന്നിടുവാൻ അധികമില്ലിനിയും നാളുകൾ നമ്മോ ആദികൾ തീർന്നിടുവാൻ ദൈവിക പാവനമാതേ പുതുവീടുകളൊരുക്കിയവൻ വരും മേഘമതിൽ നമ്മെ ചേർത്തിടുവാൻ നടുവാനതിൽ ദൂതരുമാ തൻ തിരുനാമത്തിനാ മണ്ണിൽ നിന്നതിൽ സഹിച്ചവരെ തിരുസന്നിധോ ചേർത്തുതൻ കൈ കേളാൽ അവരുടെ കണ്ണുനീർ തുടച്ചിടുവാ സ്വന്ത ജനത്തിനെല്ലാം പല പീഡകൾ ചെയ്തവരെ വന്നു ബന്ധിതരാക്കിയത് പികള അവർക്കന്തം വരുത്തിടുവാൻ വിണ്ണിലുള്ളതുപോലെ ഇനി മണ്ണിലും ദൈവഹിതം പരിപൂർണമായി ദൈവികരാ ചെമിപ്പാരിലും സ്ഥാപിതമാക്കിടുവാ കാലമെല്ലാം കഴിയും ഇന്നു കാൺമതെല്ലാം അഴിയും പിന്നെ പുതുയുഗം പിരിയും തിരികെ വരാതെ നാം നിത്യതയിൽ മറയും. സ്തോത്രം. വിശുദ്ധ വേദഭാഗം 72 സങ്കീർത്തനം 11 മുതൽ 20 വരെയുള്ള തിരുവചനങ്ങൾ. സകല രാജാക്കന്മാരും അവനെ നമസ്കരിക്കട്ടെ, സകല ജാതികളും അവനെ സേവിക്കട്ടെ. അവൻ നിലവിളിക്കുന്ന ദരിദ്രനെയും സഹായമില്ലാത്ത എളിയവനെയും വിടുവിക്കുമല്ലോ. എളിയവനെയും ദരിദ്രനെയും അവൻ ആദരിക്കും. ദരിദ്രന്മാരുടെ ജീവനെ അവൻ രക്ഷിക്കും. അവരുടെ പ്രാണനെ അവൻ പീഡയിൽ നിന്നും സാഹസത്തിൽ നിന്നും വീണ്ടെടുക്കും. അവരുടെ രക്തം അവന് വിലയേറിയത് ആയിരിക്കും. അവൻ ജീവിച്ചിരിക്കും. ശെബാപ്പൊന്ന് അവന് കാഴ്ച വരും. അവന് വേണ്ടി എപ്പോഴും പ്രാർത്ഥന കഴിക്കും. ഇടവിടാതെ അവനെ അനുഗ്രഹിക്കും. ദേശത്ത് പർവ്വതങ്ങളുടെ മുകളിൽ ധാന്യ സമൃദ്ധി ഉണ്ടാകും. അതിൻ്റെ വിളവ് ലെബാനോനെ പോലെ ഉലയും. നഗരവാസികൾ ഭൂമിയിലെ സസ്യം പോലെ തഴയ്ക്കും. അവന്റെ നാമം എന്നേക്കും ഇരിക്കും. അവന്റെ നാമം സൂര്യൻ ഉള്ളയിടത്തോളം നിലനിൽക്കും. മനുഷ്യർ അവന്റെ പേർ ചൊല്ലി അന്യോന്യം അനുഗ്രഹിക്കും. സകല ജാതികളും അവനെ ഭാഗ്യവാൻ എന്ന് പറയും. താൻ മാത്രം അത്ഭുതങ്ങളെ ചെയ്യുന്നവനായി ഇസ്രായേലിന്റെ ദൈവമായി യഹോവയായ ദൈവം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അവന്റെ മഹത്വമുള്ള നാമം എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഭൂമി മുഴുവനും അവന്റെ മഹത്വം കൊണ്ട് നിറയുമാറാകട്ടെ. ആമേൻ. സ്തോത്രം. ഈ തിരുവചനങ്ങളാൽ ദൈവം നമ്മേവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. പിശാചിന് ഇടം കൊടുക്കരുത് എന്നതിനെ കുറിച്ച് ദൈവവചനത്തിൽ നിന്ന് അല്പമായി നമുക്ക് ചിന്തിക്കാം. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 27-ാമത്തെ തിരുവചനം. പിശാചിന് ഇടം കൊടുക്കരുത്. ഹല്ലേലൂയ. ഇനി അധിക കാലം ഇല്ല എന്നറിഞ്ഞ് സാത്താൻ ആരെ വീഴ്ത്തണം എന്ന് കരുതി ഹല്ലേലൂയ അവൻ കിണഞ്ഞു പരിശ്രമിക്കുന്നു. അതിൻ്റെ ദോഷഫലങ്ങൾ വ്യക്തി ജീവിതത്തിലും കുടുംബത്തിലും സഭയിലും സമൂഹത്തിലും നാം കണ്ടുകൊണ്ടിരിക്കുന്നു. സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്, അവന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലോ എന്ന് 2 കൊരിന്ത്യർ 2:11 കാണുന്നു. സാത്താൻ ഭൂമിയിലൊക്കെയും ഊടാടി സഞ്ചരിക്കുന്നതായി വചനം പറയുന്നു. നിർമ്മതരായിരിപ്പിൻ, ഉണർന്നിരിപ്പിൻ, നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലർന്ന സിംഹം എന്ന പോലെ ആരവിഴി കേട്ടു എന്ന് തിരഞ്ഞ് ചുറ്റി നടക്കുന്നു എന്ന് 1 പത്രോസ് 5:8 കാണുന്നു. സാത്താൻ ഭൂമിയിൽ ഊടാടി നടക്കുന്നത് കാഴ്ച കാണുവാനല്ല, ദൈവമക്കളുടെ മേൽ ദൃഷ്ടി വയ്ക്കുവാൻ ആണ്. അതുകൊണ്ട് യഹോവ സാത്താനോട് ഇങ്ങനെ ചോദിക്കുന്നത്, എന്റെ ദാസനായ ഇയ്യോബിന്റെ മേൽ ദൃഷ്ടി വെച്ചുവോ എന്ന് ഇയ്യോബ് 1:8 കാണുന്നു. നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷമിട്ട് അകലുന്നവനുമായ ഇയ്യോബിൽ സാത്താൻ ദൃഷ്ടി വെച്ചു.
ദൈവമക്കളുടെ പുറകെ സാത്താൻ ദൃഷ്ടി വെച്ച് നടക്കുന്നു. അവനിടം കൊടുക്കരുത്. അതുകൊണ്ട് നാം നിർമ്മതർ ആയിരിക്കണം, ഉണർന്നിരിക്കണം, അത്യന്തം സൂക്ഷിക്കണം. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന വലിയ അനുഗ്രഹമാണ് സ്വാതന്ത്ര്യം. നാം സാത്താന് ഇടം നൽകിയാൽ മാത്രമേ അവന് നമ്മുടെ ഉള്ളിൽ പ്രവേശിക്കുവാൻ സാധ്യമുള്ളൂ. ബലമായിട്ട് സാത്താനുള്ളിൽ കയറുവാൻ സാധ്യമല്ല. ഹൗവ ദൈവകൽപ്പനയെ മാനിച്ച് അരുതാത്ത ഫലം ഞാൻ തിന്നുകയില്ല എന്ന് പറഞ്ഞിരുന്നു എങ്കിൽ സാത്താൻ പോകുമായിരുന്നു. സാത്താൻ വശീകരിക്കുന്നവനാണ്. കുഴപ്പമുണ്ടാകുന്നത് നാം അനുമതി നൽകുന്നത് കൊണ്ടാണ്. നാം അനുവദിക്കാതെ സാത്താന് നമ്മെ വീഴ്ത്തുവാൻ സാധ്യമല്ല. പഴയ നിയമകാലത്ത് നീതിമാനായ ജോസഫ് പരീക്ഷ ഘട്ടത്തിൽ വീണുപോയില്ല. ദൈവകൽപ്പനകൾ തീഷ്ണതയുള്ളവർ സാത്താൻ ഇടം നൽകിയില്ല. എന്തിനാണ് സാത്താൻ ഇടം തേടുന്നത്? മോഷ്ടിപ്പാനും അറപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല എന്ന് യോഹന്നാൻ 10:10 കാണുന്നു. കള്ളൻ വരുന്നത് വിലപിടിപ്പുള്ളവ മോഷ്ടിക്കുവാനാണ്. നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന സമാധാനം, സ്വസ്ഥത, സന്തോഷം, രമ്യത ഇവയൊക്കെയും സാത്താൻ മോഷ്ടിക്കും. പകരം കലഹവും ഭിന്നിപ്പും അസ്വസ്ഥതയും അസമാധാനവും അവൻ നിറയ്ക്കും. നാം തന്നെയാണ് കള്ളനാകുന്ന സാത്താനെ അകത്ത് കയറുവാൻ വാതിൽ തുറന്നു കൊടുക്കുന്നത്. അതുകൊണ്ടാണ് അവൻ മോഷ്ടിച്ചത്. സാത്താൻ വരുന്നത് മോഷ്ടിക്കുവാൻ മാത്രമല്ല, അറുക്കുവാനും ആണ്. പുതിയ നിയമത്തിൽ തന്നെ സാത്താൻ കൊന്നവർ അനേകരുണ്ട്. നിലം വിറ്റ് വിലയിൽ കുറെ എടുത്തു വെച്ച് ദൈവത്തോട് വ്യാജം കാണിച്ച അനന്യാസും ഭാര്യ സഫീറയും. അവരോട് പത്രോസ് ചോദിക്കുന്നു, അനന്യാസേ, പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിപ്പാനും നിലത്തിന്റെ വിലയിൽ കുറെ എടുത്തു വെപ്പാനും സാത്താൻ നിന്റെ ഹൃദയം കൈവശമാക്കിയത് എന്ത് എന്ന് അപ്പോസ്തല പ്രവൃത്തികൾ 5:3 കാണുന്നു. സാത്താൻ ഇടം കൊടുത്തപ്പോൾ അവരെ സാത്താൻ അറുത്തു. അവർക്ക് പ്രാണനെ വിടേണ്ടി വന്നു. പഴയ നിയമത്തിൽ ദാവീദ് സാത്താന് ഇടം കൊടുത്തതായി നാം വായിക്കുന്നു. 1 ദിനവൃത്താന്തം 21:1. അനന്തരം സാത്താൻ ഇസ്രായേലിന് വിരോധമായി എഴുന്നേറ്റ് ഇസ്രായേലിനെ എണ്ണുവാൻ ദാവീദിന് തോന്നിച്ചു. ഫലമോ മഹാമാരിയാൽ 70,000 പേർ കൊല്ലപ്പെട്ടു. സാത്താൻ അറക്കുവാൻ വരുന്നു, അതിനാൽ അവന് ഇടം കൊടുക്കരുത്. സാത്താൻ നമ്മെ മുടിക്കുവാൻ വരുന്നു. ജീവിതം സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ അത് പുനർനിർമ്മിക്കുവാൻ പറ്റാത്ത വിധം നശിച്ചു പോകും. അതിനാൽ ഒരു കാരണത്താൽ സാത്താന് ഇടം കൊടുക്കരുത്. നാം എങ്ങനെയാണ് സാത്താൻ ഇടം കൊടുക്കുന്നത്? സാത്താന്റെ സ്വഭാവം നാം അനുകരിക്കുമ്പോൾ സാത്താൻ നമ്മിൽ ഇടം പിടിക്കുന്നു. അവന്റെ സ്വഭാവം എന്ത്? അവൻ കൊലപാതകം ചെയ്യുന്നവൻ, സത്യമില്ലാത്തവൻ, ഭോഷ്ക് പറയുന്നവൻ. നാം ഈ തെറ്റുകൾ ചെയ്യുമ്പോൾ സാത്താന്റെ മക്കളായി മാറുന്നു. കള്ളം പറയുമ്പോൾ അവന്റെ മക്കളായി മാറുന്നു. നിങ്ങൾ പിശാചെന്ന പിതാവിന്റെ മക്കൾ. നിങ്ങൾ നിങ്ങളുടെ പിതാവിന്റെ മോഹങ്ങളെ ചെയ്യുവാനും ഇച്ഛിക്കുന്നു. അവൻ ആദ്യം മുതൽ കൊലപാതകൻ ആയിരുന്നു. അവനിൽ സത്യം ഇല്ലായ്ക കൊണ്ട് സത്യത്തിൽ നിൽക്കുന്നതും ഇല്ല. അവൻ ഭോഷ്ക് പറയുമ്പോൾ സ്വന്തത്തിൽ നിന്ന് എടുത്തു പറയുന്നു. അവൻ ഭോഷ്ക് പറയുന്നവനും അതിന്റെ അപ്പനുമാകുന്നു എന്ന് യോഹന്നാൻ 8:44 കാണുന്നു. നാം നുണ പറയുമ്പോഴും കോപിക്കുമ്പോഴും സാത്താൻ ഉള്ളിൽ കയറുന്നു. കാരണം സാത്താൻ നമ്മിൽ അവകാശം പറയുന്നു, അവന്റെ മക്കൾ എന്ന അവകാശം. അതിനാൽ ദൈവത്തിന്റെ പുത്രത്വ പദവി നാം നഷ്ടപ്പെടുത്തരുത്. പാപങ്ങൾ യേശുവിനോട് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് യേശുവിനെ നാഥനും രക്ഷകനും കർത്താവുമായി ഹൃദയത്തിൽ കൈക്കൊള്ളുന്ന ഏവർക്കും ദൈവമക്കൾ ആകുവാൻ ദൈവം അധികാരം കൊടുത്തു. ഹല്ലേലൂയ. എന്റെ പാപത്തിനു വേണ്ടിയാണ് യേശു കാൽവരിക്കൂശിൽ യാഗമായത് എന്നും മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ദൈവമായി ജീവിക്കുന്നു എന്ന് നിത്യ നരകത്തിൽ നിന്നുള്ള രക്ഷയ്ക്കായി ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായ്കൊണ്ട് ഏറ്റുപറയുകയും ചെയ്താൽ നാം രക്ഷിക്കപ്പെടുവാൻ ഇടയായി തീരും. യോഹന്നാൻ 1:12 കാണുന്നു, യേശുവിനെ കൈക്കൊണ്ട് യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ യേശു അധികാരം കൊടുത്തു. നമുക്ക് പാപം ഇല്ല എന്ന് നാം പറയുന്നു എങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. സത്യം നമ്മിൽ ഇല്ലാതെയായി. നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയുന്നു എങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച്
സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനും ആകുന്നു എന്ന് 1 യോഹന്നാൻ 1:8-9 തിരുവചനങ്ങളിൽ കാണുന്നു. ജീവിതത്തിൽ വീണുപോയ ഇടങ്ങളെ ശോധന ചെയ്യാം. സാത്താന്റെ സ്വഭാവങ്ങൾ നമ്മിൽ ഉണ്ടോ എന്ന് ശോധന ചെയ്യാം. അവന്റെ സ്വഭാവങ്ങൾ അനുകരിച്ചാൽ അവൻ നമ്മുടെ രാജാവാകും. അവൻ വരുന്നത് മോഷ്ടിക്കുവാൻ, അറുക്കുവാൻ, മുടിക്കുവാൻ, നശിപ്പിക്കുവാനാണ്. യേശുവിനിടം കൊടുക്കാം. യേശു വരുന്നത് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായിട്ടുണ്ടാകുവാനും ആണ്. യേശുവിന് വേണ്ടി ഹൃദയവാതിൽ തുറക്കാം. യേശു കർത്താവ് നമ്മുടെ ഹൃദയത്തിന്റെ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും യേശുവിന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ യേശു അവന്റെ അടുക്കൽ ചെന്ന് അവൻ യേശുവിനോട് കൂടെ അത്താഴം കഴിക്കും. ജയിക്കുന്നവന് ഞാൻ എന്നോട് കൂടെ എൻ്റെ സിംഹാസനത്തിൽ ഇരുപ്പാൻ വരം നൽകും. ഞാനും ജയിച്ച് എൻ്റെ പിതാവിനോട് കൂടെ അവന്റെ സിംഹാസനത്തിൽ ഇരുന്നത് പോലെ തന്നെ എന്ന് വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 20-21 തിരുവചനങ്ങളിൽ കാണുവാനായി കഴിയുന്നു. ഒരിക്കൽ ഗുരുവിനോട് ഒരാൾ ചോദിച്ചു, സമ്പത്ത് കൂടുതൽ ഉണ്ടെങ്കിൽ സമാധാനം കിട്ടുമോ എന്ന്. ഗുരു മറുപടിയൊന്നും പറയാതെ അവിടെ ഉണ്ടായിരുന്ന ഒരു കുട്ടിയെ അടുത്തേക്ക് വിളിച്ച ശേഷം ആ കുട്ടിയുടെ കയ്യിൽ ഒരു ആപ്പിൾ കൊടുത്തു. കുട്ടിക്ക് വല്ലാത്ത സന്തോഷമായി. ഗുരു വീണ്ടും ഒരു ആപ്പിൾ കൂടി കുട്ടിക്ക് കൊടുത്തു. കുട്ടിയുടെ സന്തോഷം ഇരട്ടിയായി. വീണ്ടും ഒരു ആപ്പിൾ കൂടി കുട്ടിക്ക് കൊടുത്തപ്പോൾ അല്പം വിഷമിച്ച് കുട്ടി അത് വാങ്ങി. ഗുരു വീണ്ടും ഒരു ആപ്പിൾ കൂടി ആ കുട്ടിക്ക് കൊടുത്തപ്പോൾ കുട്ടിക്കത് ഭാരമായി മാറി. ഗുരു പറഞ്ഞു, സമ്പത്തും ഇതുപോലെയാണ്. ചിലപ്പോൾ അത് സ്വസ്ഥതയില്ലാതെ ഭാരമായി മാറും. അതുകൊണ്ട് നമ്മുടെ കയ്യിലുള്ളത് കൊണ്ട് നമ്മുടെ കൂടെയുള്ളവരോടൊപ്പം ഏത് സാഹചര്യത്തിലാണോ ആ സാഹചര്യത്തിൽ നമ്മൾ സന്തോഷിക്കണം. നമ്മുടെ കൂടെയുള്ളവരെ സന്തോഷിപ്പിക്കുകയും ചെയ്യണം. ഓർക്കുക, സകല ദ്രവ്യാഗ്രഹവും സൂക്ഷിച്ച് ഒഴിഞ്ഞുകൊള്ളുവിൻ. ഒരുത്തന് സമൃദ്ധി ഉണ്ടായാലും അവന്റെ വസ്തുവകയല്ല അവന്റെ ജീവന് ആധാരമായിരിക്കുന്നത് എന്ന് ദൈവവചനത്തിൽ കാണുവാനായി കഴിയുന്നു. ആകയാൽ നിത്യജീവനായി നാം ഒരുങ്ങേണ്ടത് ആവശ്യമാണ്. പ്രിയരെ, മനുഷ്യർക്ക് അല്പകാലം മാത്രമേ ഈ ഭൂമിയിൽ വാസമുള്ളൂ. അതുകൊണ്ട് ജീവിതത്തിലെ പാപങ്ങൾ യേശുവിനോട് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചുകൊണ്ട് യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു എന്നുള്ള ദൈവത്തിന്റെ വചനം പോലെ യേശുവിന്റെ രക്തത്താലും വചനത്താലും കഴുകി ശുദ്ധീകരണം പ്രാപിച്ചുകൊണ്ട് യേശുവിന്റെ പ്രിയ മക്കളായി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് നമുക്കൊരുമിച്ച് യേശുവിനോട് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ നല്ല ദൈവമേ കർത്താവേ, ഒരിക്കൽ കൂടി അങ്ങയുടെ സന്നിധിയിലേക്ക് അടിയങ്ങൾ കടന്നു വരുന്നപ്പാ, അടിയങ്ങളുടെ ജീവിതത്തിന്റെ സകല കുറവുകളും വാസ്തവമായി ക്ഷമിക്കണമേ. യേശുവിന്റെ രക്തം സകല പാപവും ഒക്കെ നമ്മെ ശുദ്ധീകരിക്കുന്നല്ലപ്പാ. യേശുവിന്റെ രക്തത്താലും വചനത്താലും അടിയങ്ങളെല്ലാം കഴുകണമേ, ശുദ്ധീകരിക്കണപ്പാ. കർത്താവെ, അങ്ങ് ചെയ്ത സകല നന്മകൾക്കും സൗഖ്യങ്ങൾക്കും വിടുതലുകൾക്കും സമാധാനങ്ങൾക്കും നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അങ്ങ് ചെയ്ത സകല നന്മകൾക്കും നന്ദിയല്ലാതെ മറ്റൊന്നും പറയുവാനില്ല കർത്താവെ. ആമേ. സ്തോത്രനാഥ, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അങ്ങ് ചെയ്ത സകല നന്മകൾക്കും നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും ദൈവം അനുഗ്രഹിക്കണപ്പ. എല്ലാവർക്കും സന്തോഷവും സൗഖ്യവും സമാധാനവും അങ്ങ് നൽകണപ്പ. സകലരെയും നിത്യജീവന് വേണ്ടി ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ. ഞാൻ നിങ്ങളെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല എന്ന് അരുളി ചെയ്ത കർത്താവേ, ഹല്ലേലൂയ. സകല ജനവും നിത്യജീവനായി ഒരുങ്ങുവാൻ അങ്ങ് സഹായിക്കണപ്പ. വിവിധ വിഷയങ്ങൾ പ്രാർത്ഥനയ്ക്കായി ആവശ്യപ്പെട്ടിരിക്കുന്നു. എല്ലാ മക്കളുടെയും പ്രാർത്ഥനാ വിഷയങ്ങൾ സ്തോത്രത്തോടുകൂടി അപ്പൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നപ്പ. എല്ലാവർക്കും സന്തോഷവും സൗഖ്യവും സമാധാനവും നൽകി നിത്യജീവന് വേണ്ടി എല്ലാവരെയും ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ. അനുഗ്രഹിക്കുവാനിക്ക് കൃപയ്ക്കുള്ളിൽ മറച്ചുകൊള്ളും. യേശു കർത്താവിൻ്റെ നാമത്തിൽ ചോദിക്കുമ്പോൾ കൃപയോടെ കേൾക്കണം നല്ല പിതാവേ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. യേശുവിൻ്റെ സമാധാന സകല ഹൃദയങ്ങളിൽ നിറയുമാറാകട്ടെ. ആമേൻ. സ്തോത്രം.